നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. വലിയ അവകാശവാദമായിരുന്നു കോൺഗ്രസിന് ഭരണം കിട്ടിയാൽ ഉടൻ തന്നെ മിനിറ്റുകൾക്കകം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും എന്നായിരുന്നു അവകാശവാദം. പക്ഷേ അടി തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ കെ.സി. വേണുഗോപാലിന് വേണ്ടി ചില ചരടുവലികൾ പല ഭാഗങ്ങളിൽ നിന്ന് നടത്തുന്നുണ്ട്. ഒപ്പം രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, അങ്ങനെ ആകെ കൂടി ബഹളമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇത്തവണ എടുത്തൊരു തീരുമാനം എം.പിമാരെ ആരെയും മത്സരിപ്പിക്കേണ്ട എന്നുള്ളതായിരുന്നു. പക്ഷേ കെ.സി. വേണുഗോപാൽ എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ കെ സുധാകരനെ ഒഴിവാക്കാൻ കാണിച്ചൊരു ന്യായം മത്സരിക്കേണ്ട എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് കെ.സി. വേണുഗോപാലിനെ വീണ്ടും ഈ പാർട്ടിയുടെ ഒരു സംസ്ഥാനത്ത് നിലവിൽ പ്രവർത്തനത്തിലില്ലാത്ത ഒരാളെ പെട്ടെന്ന് ചുമതലയൊന്നുമില്ല, അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ചരടുവലി നടത്തുന്നുണ്ട്? 43 പേരുടെ പിന്തുണ തനിക്കുണ്ടെന്ന അവകാശവാദമൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല അതിന് അർഹനാണ് എന്നാണ് എൻ്റെ ഒരു പക്ഷം. എങ്ങനെയാണ് ഒരുപക്ഷെ നമ്മൾ പറയപ്പെടുന്ന ഇപ്പോൾ വി.ഡി. സതീശനാണ് വിജയശില്പി എന്നൊക്കെ എല്ലാവരും പറയും. അങ്ങനെ ഒരു പ്രത്യേകിച്ച് വിജയശില്പിയൊന്നും കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ വി.ഡി. സതീശന് ഗുണമായത്, വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവാണ് എന്നതിനപ്പുറത്തേക്ക് ഗുണമായത് അവിടെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എല്ലാ മണ്ഡലങ്ങളിലും നിലനിന്ന ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് അവർ വിജയിക്കാൻ ചിന്തിക്കാത്തതിനും അപ്പുറത്തേക്കുള്ള വിജയം കൈവരിക്കാൻ സാധിച്ചു, തരംഗമുണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയോ ആകേണ്ടതല്ലേ മുഖ്യമന്ത്രി? ഈ വി.ഡി. സതീശനെ നോക്കുകയാണെങ്കിൽ വി.ഡി. സതീശൻ അത്ര പക്വതയുള്ള ഒരു നേതാവല്ല മുഖ്യമന്ത്രിയാകാൻ. വേറൊരു പദവിയും വഹിച്ചിട്ടില്ലാത്ത ആളുമാണ്. നേരത്തെ മന്ത്രിയൊന്നും ആയിരുന്നില്ല. പക്ഷെ മുഖ്യമന്ത്രി എന്ന പദവിയിലേക്ക് എത്താൻ ഇപ്പോൾ യോഗ്യൻ രമേശ് ചെന്നിത്തല തന്നെയല്ലേ? ശരിക്കും ശ്രീല, ഇതൊരു കെട്ടിയിറക്കുന്ന ആൾക്കാരുടെ എണ്ണം ഏറ്റവും കൂടുതൽ ആൾക്കാർ കെട്ടിയിറക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അത് CPM-നും ഒരു കേഡർ സ്വഭാവമുള്ളതുകൊണ്ട് അങ്ങനെ കെട്ടിയിറക്കൽ അധികം നടക്കാറില്ല. എങ്കിലും നമ്മുടെ മുഹമ്മദ് റിയാസിന്റെ മുൻ മന്ത്രിയുടെ കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ കോൺഗ്രസിലേക്ക് വരുമ്പോൾ കെ.സി. വേണുഗോപാൽ AICC ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. രാജ്യത്ത് പ്രിയങ്ക ഗാന്ധിയും AICC ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. ഇരുവരും എംപിമാരുമാണ്. രാജ്യത്തെ മിക്കവാറുമുള്ള ചില സംസ്ഥാനങ്ങളുടെ ചുമതല ഇരുവർക്കുമുണ്ട്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഒരു പൊളിറ്റിക്കൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു ഘടകകക്ഷികളുമായിട്ട് ഒരു തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അവിടെ ചെന്ന് പ്രതിസന്ധി പരിഹരിക്കലാണ് ഈ കെ.സി. വേണുഗോപാലിന്റെ ജോലി. മുമ്പ് കെ.സി. നമ്മുടെ തിരുവനന്തപുരത്ത് അല്ല, നമ്മുടെ കേരളത്തിലെ നമ്മുടെ മന്ത്രിസഭയിൽ UDF മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. അതിനുശേഷം കെ.സി. തന്റെ തട്ടകം ഡൽഹിയിലേക്ക് മാറ്റി, AICC ജനറൽ സെക്രട്ടറിയായി. അപ്പോൾ അവിടെ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോഴുള്ള പദവി, അതിനു മുമ്പ് കഴിഞ്ഞ 10 വർഷം ആ പദവി ഇല്ലായിരുന്നു. അപ്പോൾ ആ പ്രതിപക്ഷ നേതാവിന്റെ അഭാവത്തിൽ അവിടെ ഡൽഹിയൊക്കെ അടക്കി ഭരിച്ചിരുന്ന ഒരു നേതാവ്. ഇപ്പോൾ ഇതാ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി കെ.സി. വേണുഗോപാൽ എംപിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ കെ.സി. വേണുഗോപാൽ എംപിയെ പാർലമെന്റിന് ആവശ്യമാണെന്നാണ് അതിലൂടെ തെളിയുന്നത്. അവിടെ കേന്ദ്ര സർക്കാരും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. പ്രതിപക്ഷത്തിനുള്ള സീറ്റാണത്. പക്ഷേ അവർ കെ.സി.യാണ് തിരഞ്ഞെടുത്തത്. നമ്മൾ ഇങ്ങോട്ട് വന്നാൽ കെ.സി. വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളുടെയും ചുമതല കെ.സിക്കുണ്ട്. എന്ന് പറഞ്ഞത് കേരളത്തിന്റെ പ്രത്യേക ചുമതലയും ഇല്ല. അപ്പൊ കെ.സിക്ക് ഈ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുമിച്ച് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി എന്തിന് കേരളത്തിന്റെ മാത്രം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി? കാരണം കർണാടകയുടെയും ആന്ധ്രയുടെയും ഒക്കെ രേവന്ത് റെഡ്ഡിയും ഒക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി നേതാവാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തപ്പെട്ട ആ ഒരു പദവിയിലിരിക്കുന്ന കെ.സി. വേണുഗോപാൽ എന്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കണം? അതിന്റെ അർത്ഥം ഇവിടെ എന്തോ കുഴിച്ചെടുക്കാനുണ്ട് എന്ന് തന്നെയാണ്. മറ്റൊരു കാര്യം ചിന്തിച്ചാൽ ഇപ്പൊ കെ.സി. വേണുഗോപാൽ മന്ത്രിയാകാനുള്ള ശ്രമം നടത്തുന്നു. രാഹുൽ ഗാന്ധിയുമായി ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ് കെ.സി. വേണുഗോപാൽ. രാഹുൽ ഗാന്ധി ചലിക്കണമെങ്കിൽ കെ.സി. വേണുഗോപാൽ പറഞ്ഞു കൊടുക്കണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞ ഒരു വാചകം കേരള ജനതയുടെ മുന്നിലുണ്ട്. ഒരു സ്ത്രീ വനിതാ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ കുളം കലക്കി മീൻ പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണോ ഒരുപക്ഷെ രാഹുലിന്റെ കയ്യിലുള്ളത്? കാരണം പ്രിയങ്ക ഗാന്ധിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കത്തിന് മുന്നോടിയായാണോ ഇത്തരം ഒരു ശ്രമം നടത്തുന്നതെന്ന് സംശയിക്കാൻ അങ്ങനെ ഒരു സൂചന നൽകിയിട്ടാണ് പോയത്. ഈ രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആളാണ് കെ.സി. എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ആയിരുന്നു, ഞാനീ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഈ മൂന്നാം മോദി സർക്കാർ മുമ്പുള്ള 10 വർഷം അടുത്ത ആളായിരുന്നു. മൂന്നാം മോദി സർക്കാർ വന്ന ആദ്യത്തെ ആ ഒരു കാലങ്ങളിലും ഡൽഹി കയ്യിൽ നിന്ന് പോയി. ഡൽഹി ആം ആദ്മി, ഹരിയാന പോയി. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഭരണം നഷ്ടപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ
2021 കേരളത്തിലും പോയല്ലോ. 2000 തുടർ ഭരണം കിട്ടിയില്ലല്ലോ. കേരളത്തിൽ തുടർ ഭരണം LDF കൊണ്ടുപോകുന്നു. പ്രതിപക്ഷം അന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷത്തിന് ഇവിടെ സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോൾ ഈ KC വേണുഗോപാൽ ആകെ അടിപതറി നിൽക്കുകയാണ്. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഫേവറേറ്റ് ശിഷ്യൻ എന്നുള്ള ആ ഒരു ലെവലൊക്കെ മാറി. ഏത് നിമിഷവും KCയെ പുനഃപ്രതിഷ്ഠിക്കാം. താരിഖ് അൻവർ എന്താണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം? KC വേണുഗോപാലിനെ അത്യാവശ്യമായ, അദ്ദേഹം വളരെ ആവശ്യമുള്ളൊരു പോസ്റ്റിലല്ല ഇരിക്കുന്നത്. KC വേണുഗോപാൽ പോയാൽ AICC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകില്ല, മറ്റൊരാളെ എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ പാർട്ടിക്ക് സംവിധാനമുണ്ട്, അങ്ങനെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രി ആകണമെന്നല്ല. പിന്നെ നമുക്കറിയാം, K. സുധാകരൻ MP ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്നുകൂടി കണ്ണൂരിൽ മത്സരിക്കണം. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ വേണ്ട ഒരു വയോധികനായി അദ്ദേഹത്തിന്റെ അവസാന കാലത്തിൽ ആഗ്രഹമാണ് കണ്ണൂരിൽ വന്ന് ഒന്നുകൂടെ മത്സരിക്കണം. MP ആയി, ഞാൻ MP ആയിട്ട് കണ്ണൂരിന്റെ MP ആയിട്ട് ഞാൻ തെളിയിച്ചു കൊടുത്തു. AICCക്ക് മുമ്പ് കാണിച്ചു കൊടുത്തു എനിക്ക് MP ആകാം. കണ്ണൂർ എന്നൊരു മണ്ഡലത്തിൽ എനിക്ക് മത്സരിക്കണം. അങ്ങനെ അദ്ദേഹം ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. അത് സമ്മതിച്ചില്ല. അങ്ങനെ K. സുധാകരൻ പാർട്ടി വിടുമെന്ന കപ്പ്യവും വന്നു. ഒടുവിൽ AK ആന്റണിയോടക്കം ഫോൺ സന്ദേശങ്ങൾ ചെല്ലുന്നു. അങ്ങനെ K. സുധാകരൻ അനുനയിപ്പെട്ടു. അപ്പോഴാണ് പറഞ്ഞത്, അടൂർ പ്രകാശൻ പറഞ്ഞത്, എനിക്കും ആറ്റിങ്ങിൽ മത്സരിക്കാൻ എനിക്ക് അടൂര് മത്സരിക്കാൻ. അപ്പം അതുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് AICC എടുത്തൊരു തീരുമാനം, അത് ആ തീരുമാനമാണ് നമ്മൾ നോക്കി കാണുന്നത്. അപ്പോൾ MP-മാരും കേരള ഇലക്ഷനിൽ മത്സരിക്കേണ്ടതില്ല. അങ്ങനെ പറയുമ്പോൾ ഈ അതുകൊണ്ട് കൂടുതൽ പേർക്ക് അവസരങ്ങളും കിട്ടി. 20 പേർക്ക് അതുകൊണ്ട് അവസരം കിട്ടി. അല്ലെ എല്ലാവരും കേരളത്തിൽ മത്സരിക്കാൻ കാരണം ഒരു 2 ലക്ഷം അത് അധിക ചെലവാണ്. പോയാലെന്ത് ചെയ്യും? അതെ, അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം, അടുത്തതും ഭരണവിരുദ്ധ വികാരം തുടക്കമായാലും അത് എന്തായാലും 6 മാസം 1 വർഷത്തിനകത്ത് അടുത്ത ഇലക്ഷൻ നടക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ. അപ്പോൾ അന്ന് AICC പറയുന്നു, ഹൈക്കമാൻഡ് പറയുന്നു, ഒരു MP-മാരും കേരള നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട. അതിന്റെ അർത്ഥം കേരള നിയമസഭയുടെ ചുമതല MP-മാർ വഹിക്കേണ്ട എന്ന് തന്നെയാണ്. അതിന്റെ അർത്ഥം KC വേണുഗോപാലും ഇവിടെ മത്സരിക്കാനില്ല, മുഖ്യമന്ത്രിയായി ഇനി മുഖ്യമന്ത്രിയാകാനുള്ള സമയമാകുമ്പോൾ ഈ ബഹളം വെക്കുന്നതിനാണ്. മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഇനി മുഖ്യമന്ത്രിയാകണമെങ്കിൽ ഒരാളെ അവിടെ രാജിവെപ്പിച്ച് പകരം മത്സരിക്കണമെങ്കിൽ അതുപോലെ പാർലമെന്റിലേക്ക് ഒരാളെ വിടണം. അപ്പോൾ യഥാർത്ഥത്തിൽ 2 ലക്ഷത്തിന്റെ ചെലവാണ് ഇനി വീണ്ടും ഉണ്ടാക്കാൻ പോകുന്നത്. സത്യത്തിൽ ഇങ്ങനെയുള്ളവരുടെ ചെലവുകൾ ഈ സ്ഥാനാർത്ഥികൾ തന്നെ, ഇത്തരം ചെലവുകൾ സ്ഥാനാർത്ഥികൾ വഹിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു നിർദ്ദേശം വെക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു തോന്നിവാസമാണ് ഈ കേരളത്തിലെ ജനങ്ങളോട്. നമ്മുടെയൊക്കെ നികുതി പണം ഉപയോഗിച്ച് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തെ നിർബന്ധിതമാക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെ ഇനിയും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് KC വേണുഗോപാൽ പോയാൽ പകരം അവിടെ ആരാണോ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിക്ക് പകരം അവിടെ കോൺഗ്രസിന് വോട്ട് ചെയ്യരുത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ജനങ്ങൾ ചെയ്യേണ്ടതാണ്. കോൺഗ്രസ് എപ്പോഴും ഗ്രൂപ്പിന് 10 MLA-മാരുണ്ട്. KC വേണുഗോപാൽ പറയുന്നത് 8 MLA-മാർ എനിക്കൊപ്പമാണ്. അതിൽ M. വിൻസെന്റും ഒരു ദീപക് ജോയും ഇവർ രണ്ടുപേരും A ഗ്രൂപ്പിലാണ്, തനിക്കൊപ്പം നിൽക്കില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. 8 പേരുണ്ട്. പിന്നെ അല്ലാതെ 35 MLA-മാർ തന്റെ കൂടെയാണെന്ന് പറയുന്നത്. 63-ൽ 43 ഭൂരിപക്ഷം താൻ മുഖ്യമന്ത്രിയാകണമെന്ന് പറയുന്നു. ഇപ്പുറത്ത് VD സതീശൻ പ്രതിപക്ഷ നേതാവായി ടീം UDF എന്ന പേരിൽ UDF-നെ VD സതീശന് പക്വത കുറവ്. രമേശ് ചെന്നിത്തല തന്നെയാണ്. അല്ല, പല സീനിയോറിറ്റി നോക്കണേ പലരുമുണ്ട്. VD സതീശന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വാഭാവികമായിട്ട് മന്ത്രിയാക്കിയേ പറ്റുള്ളൂ, രമേശ് ചെന്നിത്തലയെ മന്ത്രിയാക്കിയേ പറ്റുള്ളൂ. ഈ ഇത്തരം സീനിയർ മന്ത്രിമാർ വരുമ്പോൾ VD സതീശന് ഇവരെ കമാൻഡ് ചെയ്യാൻ പറ്റില്ല. കമാൻഡിംഗ് പവർ, ക്യാപ്റ്റൻസി ഇല്ലാതാവും. ഈ ക്യാപ്റ്റൻസി ഇല്ലാതാവും. അല്ലെങ്കിൽ VD സതീശൻ ഒരു അമാനുഷികമായ ഒരു പവർ അവിടെ കാണിക്കണം. പിണറായി വിജയനൊക്കെ അടിച്ചിരുത്തിയതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനൊക്കെ ഇരിക്കവിടെ നുണേശൻ എന്ന് വിളിച്ചപ്പോൾ തിരിച്ച് അതേപോലെ മറുപടി കൊടുത്ത ആ ഭാഷയിൽ ക്യാബിനറ്റിനുള്ളിൽ നടക്കില്ല. ക്യാബിനറ്റ് യോഗങ്ങൾ അടിച്ചു പിരിയും. ഇത് ഇടതുമുന്നണി സർക്കാരല്ല, അവർ അച്ചടക്കമുണ്ട്, ഡെക്കോറമുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് എല്ലാം എടുത്തെറിയും. പണ്ട് ലീഡർ ശ്രീ കെ കരുണാകരന്റെ വീട്ടിൽ പണ്ട് മന്ത്രിമാർ 10 മന്ത്രിമാരടക്കം ലീഡറിന്റെ 18 MLA-മാരുണ്ടായിരുന്നപ്പോൾ ഐ ഗ്രൂപ്പ് അവിടെ ദിവസേന
അവിടെ മുരളീധരനെ പത്മജയൊക്കെ തമ്മിലുള്ള അടി അതെ അതെ ദിവസേന അവിടെ ടെലിഫോൺ അടക്കം മാറ്റി വയ്ക്കേണ്ട ഗതികേടിലായിരുന്നു. എല്ലാം അടിച്ചു പൊട്ടിക്കുന്നത് അതെ അതെ അതേപോലെ ആകും. അപ്പോൾ വി ഡി സതീശന് കമാൻഡിങ് പവർ ഇല്ല. പിന്നെ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല എല്ലാം കൊണ്ട് മെച്ചമാണ്. ആഭ്യന്തരമന്ത്രിയാണ്, ദേശീയ നേതാവാണ്, ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം, പക്വതയോടെ കാര്യങ്ങളെ നോക്കിക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. ഇതുവരെ വലിയ വിവാദങ്ങളിലൊന്നും പെട്ടിട്ടില്ല. മഹാരാഷ്ട്ര ഇലക്ഷന്റെ ചുമതല ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പകാലം മുതൽ രാഷ്ട്രീയത്തിൽ സജീവമായ ഒരാളാണ്. യഥാർത്ഥത്തിൽ സർവ്വതാ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ്. ആഭ്യന്തരമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. രണ്ടാം ടൈമിൽ അത് നിഷേധിക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തല എന്ന മുതിർന്ന വളരെ മാന്യമായ നിലപാടുകളായിരുന്നു. ഒന്നും പറയാനോ ഒന്നും നിന്നിട്ടില്ല. യഥാർത്ഥത്തിൽ വളരെ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നരേന്ദ്രമോദി സർക്കാർ അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് മോദി പറയുന്നത് അല്ലേ? ബിജെപിയുടെ ലക്ഷ്യം അത് തന്നെയാണ്. ഈ കോൺഗ്രസിന് ഭാരതത്തിൽ നിന്ന് മുക്തരാക്കുക, അത് ഭാരതത്തിനെ കോൺഗ്രസിൽ നിന്നും മുക്തരാക്കുക. അപ്പോൾ ആ ലക്ഷ്യത്തിലെ പോകുമ്പോൾ അതുകൊണ്ടാണ് ഈ പിണറായി വിജയൻ തട്ടിമുട്ടിയും പോയത്. നമ്മുടെ മുഹമ്മദ് റിയാസ് ഗഡ്കരിയുടെ അടുക്കളയിൽ കൂടി കയറി അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ സാധിച്ച് ഇവിടെ മാഹി ടോളും എല്ലാം റോഡൊക്കെ ശരിയായി കൊണ്ടിരുന്നു. മറ്റേ പുതിയ നാലുപേര് പദകൾ കൊണ്ടുവരുന്നു. ഇതൊക്കെ റിയാസിന്റെ ആ ഒരു, അതായത് CPM അല്ലേ, പ്രശ്നമില്ല, അവിടുത്തെ കോൺഗ്രസ് മുക്ത ഭാരതമാണ് ലക്ഷ്യം. ഇപ്പോൾ വന്നിരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. അപ്പോൾ 5ന്റെ നയ പൈസ ഇനി കിട്ടില്ല. ഈ കിടന്ന് KN ബാലഗോപാൽ കിടന്ന് വായിട്ടലച്ചതിന്റെ ഇരട്ടി വായിട്ടലച്ചാലും കൊടുക്കില്ല. പിന്നെ അങ്ങനെ ഒരു നയതന്ത്ര ചാതുരിയിൽ മോദി സർക്കാരിനെ സമീപിക്കണമെങ്കിൽ അതിന് ആർക്കേ പറ്റുള്ളൂ? രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ആ പക്വതയാണ്, ആ പ്രായത്തിന്റെ ഒരു ഇതുണ്ട്, മൂപ്പുണ്ട്. ആ രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമേ അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലൊരു അതെ വരട്ടെ. പക്ഷെ MP ആണ് നമ്മൾ ഈ പറയുന്ന സംഭവം. MP-ക്ക് KC വേണുഗോപാലൻ ഇങ്ങോട്ട് വരാമെങ്കിൽ എത്ര ടൈമായി MP ആണ്, എത്ര ടൈമായി. മാത്രമല്ല വലിയ ദളിത് സ്നേഹം പറയുന്നവരല്ലേ BJP അല്ലേ ദളിതർക്കെതിരെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു ചരിത്രമാവട്ടെ, അല്ലെങ്കിൽ ഒരു വനിതയെ കൊണ്ടുവരട്ടെ. ഈ ഒരു തർക്കത്തിലാണ് ശ്രീലാപ്പിള്ള നേരത്തെ പറഞ്ഞതുള്ള ആ ഒരു വിഷയം വരുന്നത്. വനിതാ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി ഇതെല്ലാം കൂടെ കുളം കളിക്കിയ ശേഷം പൂരം നടക്കുമ്പോൾ അവസാനം ഒരു വലിയൊരു അതെ അങ്ങനെയാണെങ്കിലും നഷ്ടം തന്നെയാണ്. വയനാട്ടിൽ നിന്ന് രാജിവെപ്പിക്കണം, വയനാട് വീണ്ടും ബൈ ഇലക്ഷൻ നടത്തണം. അത് കുറച്ചുകൂടി സേഫ് ആണ്. ഒരു പക്ഷേ KC വേണുഗോപാലിനെക്കാട്ടി സേഫ് വയനാട് ആര് ഏത് കോൺഗ്രസ്സുകാരൻ നിന്നാലും ജയിക്കുന്നത് സേഫ് ആണ്. രാഹുൽ രാഹുലിനേക്കാൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അതെ അതെ, അതുകൊണ്ടാണ് രാഹുൽ സേഫ് ആകാനുള്ള മാർഗമാണ്. എവിടെയൊക്കെ ചെന്ന് മാറുന്നോ അവിടെയൊക്കെ പ്രിയങ്ക വരുന്നു അല്ലെ? AICC ജനറൽ സെക്രട്ടറി രാഹുൽ വയനാട് നിന്നും MP മത്സരിക്കുന്നു. മത്സരിച്ച് തിരിച്ച് രാഹുൽ അല്ലെങ്കിൽ ഇത്ര അടുപ്പം KC വേണുഗോപാലുമായിട്ടുള്ള ഒരാള് ഇത്ര അടുപ്പം രാഹുൽ ഗാന്ധിക്ക് KC വേണുഗോപാലുമായിട്ട് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പ്രശ്നമാക്കി ഇവിടെ അവകാശവാദം ഉന്നയിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുളം കലക്കി മീൻ പിടിക്കാനുള്ള രാഹുലിന്റെ ശ്രമമാണ്. കാരണം രാഹുൽ എങ്ങനെയെങ്കിലും ആ പ്രിയങ്ക അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് ഓടിച്ചു വിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഈ 5 കൊല്ലത്തേക്ക് പിന്നെ ശല്യമില്ല. അപ്പോൾ അതിനുള്ള നീക്കമാണോ നടത്തുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.